കാസർഗോഡ് പടന്നക്കാട് മറിഞ്ഞ LPG ഗ്യാസ് ടാങ്കർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് മേഖലയിൽ ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 3 വാർഡുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ല എന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ്? അരുണിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാസർഗോഡ് പടന്നക്കാടാണ് മറിഞ്ഞ LPG ഗ്യാസ് ടാങ്കർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് മേഖലയിൽ ഇന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നും ഇത് മാറ്റാനുള്ള നടപടികൾ ഏത് തരത്തിലാണ് എന്ന കാര്യവും അരുൺ പാറയ്ക്കൽ പങ്കുവയ്ക്കും. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. വിവരങ്ങൾ അരുൺ. ഇന്ന് 9:30 ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതിന് മുന്നോടിയായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെയുള്ള 3 വാർഡുകൾക്ക്, അതായത് 18, 19, 26 വാർഡുകൾക്ക് ജില്ലാ കളക്ടറിന് പ്രാദേശികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് 9:30 മുതൽ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ലെന്ന് കർശനമായി അറിയിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും വീഡിയോ ചിത്രീകരണത്തിനും അനുമതിയില്ല. പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹന ഗതാഗതമാണ് പ്രധാനപ്പെട്ട കാര്യം. കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ കോട്ടയിൽ നിന്ന് കല്ലൂരാവി വഴി പോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നീലേശ്വരത്ത് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ മടിക്കൈ കല്യാൺ റോഡ് വഴിയാണ് ഇവിടേക്ക് എത്തേണ്ടത്. എന്തായാലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. ഇന്നലെ ടാങ്കർ ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് ടാങ്കർ മറിഞ്ഞത്. ടാങ്കറിന് ലീക്കൊന്നുമില്ല. പക്ഷേ അതിലുള്ള പാചകവാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നടപടി. അത് മംഗലാപുരത്ത് നിന്ന് വാഹനം എത്തിയിട്ടുണ്ട്. അത് മാറ്റുമ്പോഴുള്ള നിയന്ത്രണം മാത്രമാണുള്ളത്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേർന്നത്.